സൂരജ് എനിക്കെൻ്റെ സ്വന്തം മകൻ തന്നെയാ. അന്നും ഇന്നും ഞാൻ അങ്ങനെ തന്നെയാ സൂരജിനെ കണ്ടിരിക്കുന്നത്. പിന്നെ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെന്റെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കറിയാം. ഹരിയേട്ടൻ സൂരജിന്റെ നന്മയെ കരുതിയ ഓരോന്നും പറഞ്ഞിരുന്നതെന്ന് എന്നെപ്പോലെ തന്നെ സൂരജിനും ഉറപ്പുണ്ട്. സത്യത്തിൽ സൂരജിന്റെ ഈ മാറ്റത്തിനൊക്കെ കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മീരയാ. ആദർശിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മീരയോടൊപ്പം യാത്രകൾ ചെയ്തതിൽ പിന്നെയാ സൂരജിന് ഈ മാറ്റം ഉണ്ടായത്. അതെ, ഏതായാലും അവർക്കിടയിൽ നല്ലൊരു സഹോദര ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ പറയാഞ്ഞിട്ട് പോലും ഇന്ന് സൂരജ് അവിടെ ചെന്നത്. അതെ, അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈശ്വര കാര്യങ്ങളിൽ സൂരജ് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. ഇപ്പൊ അങ്ങനൊരു താല്പര്യം കൂടി വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും എല്ലാം നല്ലതിനാണല്ലോ, അത് മതി. എന്റെ വിഷമം അവനിപ്പോ എന്നോട് കാര്യങ്ങളൊന്നും പറയാതെ ഓരോന്ന് ചെയ്യുന്നത്. പണ്ടൊക്കെ എത്ര നിസ്സാര കാര്യവും ചെയ്യുമ്പോ എന്നോട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പൊ ആ ഒരു പതിവില്ല. അതങ്ങനെയാണ് ബീനെ. ആൺകുട്ടികൾക്ക് പ്രായമാവുമ്പോൾ അവരുടേതായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. ഏതായാലും സൂരജിന്റെ മാറ്റം ശരിയായ ദിശയിലാണ്. അതുകൊണ്ട് പേടി വേണ്ട. ഹരിയേട്ടൻ വന്നല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ശരി, നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഇവനിതെന്താ പറ്റിയേ? സൂരജിന്റെ ഈ മാറ്റം നല്ലതിനല്ല, അത് അനുവദിക്കാൻ പാടില്ല. എന്റെ മകൻ ഞാൻ പറയുന്നത് പോലെ മാത്രമാ പ്രവർത്തിക്കേണ്ടത്. മീര പൂജ ചെയ്യുന്നുണ്ടാവും അവിടെ നല്ല ഐശ്വര്യം മുത്തശ്ശി. കുട്ടിക്കാലം മുതലേ മീരമോള് പൂജിച്ചിരുന്ന വിഗ്രഹമല്ലേ. മീരമോള് പൂജിക്കുമ്പോ ഭഗവാൻ ഒരുപാട് സന്തോഷാവുന്നുണ്ടാവും. അതാ ഭംഗി കൂടുന്നതായിട്ട് തോന്നുന്നത്. ആയിരിക്കും. മുത്തശ്ശിക്ക് വരാമായിരുന്നു, മീര പ്രതീക്ഷിച്ചു. മനോജോ വിശാലോ ഇല്ലാതെ ഞാൻ എങ്ങനെ വരാനാ മോളെ? നിങ്ങളെപ്പോലെ ഓടിച്ചാടി വണ്ടി കയറി എനിക്ക് പോകാൻ പറ്റുമോ? അച്ഛൻ വരുന്നുണ്ടേ. എന്നെയും കൊണ്ട് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞ ആളാ ഇപ്പഴാ കയറി വരുന്നേ. അമ്പലത്തിൽ പോകാത്തതിന് മുത്തശ്ശി നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ. മോനെ, നീ ഇവിടെ വന്നിരുന്നേ. ഇന്ന് പൂജയുള്ളതാണെന്ന് നിനക്കറിയായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം അമ്മ പറയുന്ന പോലെയൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വിദ്യമോള് പോയി. പക്ഷേ എല്ലാം ഏറ്റ നീ പോയതുമില്ല, എന്നോട്ട് കൊണ്ടുപോയതുമില്ല. അതമ്മേ, എനിക്ക് മാറാൻ പറ്റാത്ത രീതിയിൽ സൈറ്റിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാ പോകാൻ പറ്റാത്തേ. ഞാനത് വിദ്യയെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു, ഇല്ലേടേ? അതുകൊണ്ടാ അവള് തനിയെ പോയേ. നല്ല ആളാ. ആ കൃഷ്ണപുരത്ത് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവളോട് ഒറ്റയ്ക്ക് പോകാൻ പറയാൻ മനോജൻ എങ്ങനെ മനസ്സ് വന്നു? ആ ഭാഗത്തെങ്ങും ഒരു മനുഷ്യജീവി പോലും ഇല്ല. പൂജ ചെയ്യാൻ വന്ന മീര അവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലേ? ആ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ എങ്ങനെ അറിയും? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. പോരാത്തന്നെ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് വരാൻ വേറെ 100 വഴിയുണ്ടെന്ന് മനോജേട്ടൻ തന്നെയല്ലേ ഇന്നാൾ പറഞ്ഞത്? നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയൊന്നും പേടിക്കേണ്ട തന്നെ. ആ സ്ഥലം ഭഗവാൻ കാക്കുന്ന സ്ഥലവാ. അവിടെ വെച്ച് നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല. അമ്മയുടെ ഫോണിൽ ഇറങ്ങിയെന്ന്. ഇതിവിടെ ഇരിക്കായിരുന്നോ? ഞാനേ ഇനി നോക്കാൻ സ്ഥലമില്ല. ആ പറയടി, എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഇല്ല, അത്താഴമൊന്നും കഴിഞ്ഞില്ല. വിദ്യയോ? എവിടെ? കൃഷ്ണപുരത്തോ? അത് അവിടെ നമ്മുടെ കുടുംബക്ഷേത്രമുണ്ടേ, മോളിന്ന് അവിടെ വന്നിരുന്നു. അപ്പ കണ്ടതായിരിക്കും. മാസത്തിൽ ഒരു ദിവസം പൂജയുണ്ട്. മീരയെ പൂജിക്കുന്നേ, മായയുടെ മോള്. അത് തന്നെ. ഇല്ല, വിശാലില്ലല്ലോ. എന്താ, വിദ്യയുടെ കൂടെയോ?
വിശാല് അത് വിശാല് തന്നെയാ. ഞാൻ പെട്ടെന്ന് ഇവിടെ എന്തോ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചു. ശരി ശ്രീദേവി, മനോജേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിദ്യ, നീ ഇന്ന് ആരുടെ കൂടെ ക്ഷേത്രത്തിൽ പോയത്? അത് സൂരജിന്റെ കൂടെ. അതെന്താ നീ പറയാതിരുന്നേ? ഇപ്പൊ വല്ലവരും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടോ? നീ എന്താ മോളെ സൂര്യന്റെ കൂടെയാണ് പോയെന്ന് പറയാത്തെ? അച്ഛാ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അങ്ങോട്ടേക്ക് സൂരജും പോകാൻ വന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് കരുതി സൂരജിന്റെ കൂടെ പോയതാ. പിന്നെ സൂരജിന്റെ കൂടെയാ പോയതെന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറയും. അതാ ഞാൻ പറയാതിരുന്നെ. അമ്മ വഴക്ക് പറയുന്ന ഒരു കാര്യം മോള് ചെയ്യാതിരിക്കുക വേണ്ടത്, അല്ലാതെ കള്ളത്തരം കാണിക്കുകയല്ല വേണ്ടേ. ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. അതല്ല അച്ഛാ, ഞാൻ എടി, നിന്നോട് ഞാൻ ആ സൂരജേട്ട ഒരു കൂട്ടും പാടില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ അവന്റെ കൂടെ പോയത് എന്തിനാ? അമ്മ, ഞങ്ങള് കുട്ടിക്കാലം തൊട്ടേ അറിയുന്നവരാ. സൂരജിന്റെ കൂടെ ഞാനൊന്ന് മിണ്ടിയെന്നോ ബൈക്കിൽ പോയെന്നോ ഓർത്ത് ഒന്നും സംഭവിക്കാനില്ല. തർക്കത്തിനും പറഞ്ഞാൽ താഴെ പറഞ്ഞാൽ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് പ്രസംഗിക്കുന്നോ? തന്നെ മതി, ഇനി ഇത് പറഞ്ഞൊരു വഴക്ക് വേണ്ട. അതെ, ക്ഷേത്രത്തിലേക്ക് പോകാനൊരു കൂട്ട് കിട്ടിയപ്പോ മോള് സൂരജിനൊപ്പം പോയെന്നേ ഉള്ളൂ. ഇനിയിപ്പൊ അതും പറഞ്ഞ് വഷളാക്കണ്ട. മോള് കയറിപ്പോയ്ക്കോ. എല്ലാരും കൂടി അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, അത് നല്ലതിനല്ല, ഞാൻ പറഞ്ഞേക്കാം. കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? അല്ല, വലിയൊരൊട്ടും മോശമല്ല. ധന്യയും ബീനയും തമ്മിൽ വഴക്കില്ലെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ച് നടക്കേണ്ടവരല്ലേ? ഇന്ന് തൻ്റെ ഒപ്പം വരണമെന്നും ആ ക്ഷേത്രത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്പനേരം പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ കരുതിയതാ. പക്ഷെ അത് സാധിച്ചില്ല. പ്രതീക്ഷിക്കാതെ ഓരോരോ തിരക്കുകൾ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പനി പിച്ചു വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ആദർശേട്ടൻ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ, അതാണ് ഏറ്റവും പ്രധാനം. എന്നാലും തൻ്റെ ഒപ്പം വരാന്ന് പറഞ്ഞിട്ട് സമയമായപ്പോൾ വരാതിരുന്നതിൽ തനിക്ക് വിഷമമുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താനല്ലെങ്കിൽ ഒന്നും പറയില്ലല്ലോ. ഒരു പരാതിയില്ല, ഒരാവശ്യവുമില്ല. ആദർശേട്ടന് കമ്പനിയുടെ കാര്യത്തില് എന്തുമാത്രം ടെൻഷൻ ഉണ്ടെന്നും എത്രത്തോളം തിരക്കുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതിന്റെ കൂടെ ഞാൻ എന്റെ ആവശ്യങ്ങളും പരാതികളും ഒക്കെ ആയിട്ട് വന്നിട്ട് ടെൻഷൻ കൂട്ടണം? അയ്യോ വേണ്ട. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. കുറേ ദിവസം കൂടിയാ താൻ ക്ഷേത്രത്തിൽ കൂടെ വരാൻ പറഞ്ഞത്. പക്ഷേ അതെനിക്ക് സാധിച്ചില്ല. കൃഷ്ണപുരത്തെ ആരുമില്ലാത്ത ആ സ്ഥലത്ത് തന്നെ ഒറ്റയ്ക്ക് വിടേണ്ടി വന്നു. അതൊന്നും സാരില്ല. ക്ഷേത്രം ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിൽ അഭി എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും തുടങ്ങിയോ? കൺസ്ട്രക്ഷൻ ഒന്നും തുടങ്ങിയില്ല, പക്ഷെ അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. ആണോ? അപ്പോ എന്തോ വലിയ പരിപാടികൾ അഭി മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടതിന്റെ ദോഷം കൊണ്ടാവും ഇതുവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇപ്പോ പുനഃപ്രതിഷ്ഠ നടന്ന സ്ഥിതിക്ക് അഭിയുടെ പ്ലാനുകൾ വർക്കൗട്ടാകാൻ സാധ്യതയുണ്ടല്ലേ? അതെ, എന്നാലും അത്രയും മരങ്ങളൊക്കെ പോയപ്പോ എനിക്ക് എന്തോ സങ്കടം പോലെ തോന്നി. ഒരു മരം വെട്ടുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആലോചിക്കണമെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ കഴിവതും അവിടെയുള്ള തനിമ നിലനിർത്താൻ ശ്രമിക്കണം. അതൊന്നും അഭിക്കറിയില്ല, പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അതൊരു കുറ്റമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാം കണ്ട് മിണ്ടാതിരിക്കാനേ തൽക്കാലം നമുക്ക് പറ്റും. വെറുതെ ഇനി അതും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജയായിട്ട് ഹരിയങ്ങൾ വന്നായിരുന്നോ? ഇല്ല, അച്ഛന് വരാൻ പറ്റിയില്ല. വരുമെന്ന് പറഞ്ഞിരുന്നതാ, പക്ഷെ സമയമായപ്പോ എന്താ അത്യാവശ്യം വന്നു. അപ്പോ താൻ ഒറ്റയ്ക്കായിരുന്നോ? അല്ല, മുകുന്ദേണ്ണൻ വന്നിരുന്നു. അയാൾ എങ്ങനെ അവിടെ എത്തി? സ്ഥലം അറിയായിരുന്നോ? മുകുന്ദേട്ടൻ പ്രതിഷ്ഠാ ചടങ്ങിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിവാഹത്തിനും വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ഈ 2 ചടങ്ങിനും ഞാൻ മുകുന്ദേണ്ണനെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് വന്നപ്പോ കണ്ടല്ലോ അല്ലേ? കണ്ടു.
അപ്പം ആൾ അരൂപിയൊന്നുമല്ല, കാണാൻ പറ്റുന്ന മനുഷ്യൻ തന്നെയാ. എന്നാലും ഇന്ന് നട തുറക്കുന്ന എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസവും പൂജയുള്ള ദിവസം മുകുന്ദേട്ടൻ അറിയാം. ഓക്കെ. ഇന്ന് ആദർശേട്ടനും ഉണ്ടാവുന്ന കരുതിയാ മുകുന്ദേട്ടൻ വന്നത്. പരിചയപ്പെടാന്ന് കരുതിയെന്ന് പറയുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇല്ലാതായി പോയില്ലേ. ആ പിന്നെ സൂരജും വിദ്യയും വന്നിരുന്നു. ആഹാ, അപ്പൊ തന്റെ കുടുംബത്തിൽ ഭഗവാനോട് താല്പര്യമുള്ള മറ്റാളുകളും ഉണ്ടല്ലോ. എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും ആദർശേട്ടാ. പക്ഷേ തിരക്കുകളൊക്കെ കാരണം ആദ്യം ഒഴിവാക്കാൻ നോക്കുന്നത് ഭഗവാനായിരിക്കുമെന്നേ ഉള്ളൂ. കാരണം മിക്കവർക്കും അതൊരു സമയം കളയുന്ന കാര്യമായിട്ടല്ലേ തോന്നൂ. എടോ, താൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ അത്? അല്ല, ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല ആദർശേട്ടാ. എന്നാലും അത് എവിടെയോ ഒന്ന് കൊണ്ടു കേട്ടോ. സാരമില്ല, ഞാനത് കേൾക്കേണ്ട ആളാണ്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. സോറി ആദർശേട്ടാ. സാരമില്ലടോ. ആ, എന്നിട്ട് വിദ്യ തനിച്ചാണോ അവിടെ നിന്ന് വന്നത്? മുത്തശ്ശി കൂടി വരേണ്ടതായിരുന്നല്ലോ. അമ്മാവനോ വിശാലേട്ടനോ ഉണ്ടെങ്കിലേ മുത്തശ്ശിക്ക് വരാൻ പറ്റൂ. വണ്ടിയില്ലാത്തതുകൊണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തനിക്കൊന്ന് പറയാറുന്നില്ലേ? നമുക്ക് വണ്ടി അയക്കായിരുന്നല്ലോ. ഞാനത് ഓർത്തില്ല. വിദ്യ വരുന്ന വഴിക്ക് സൂരജിനെ കണ്ടപ്പോ കാര്യം പറഞ്ഞു. അങ്ങനെ സൂരജും വിദ്യയും ഒരുമിച്ച് അവിടേക്ക് വന്നു. ഓ, അതാണ് സൂരജ് വന്നത്. ഏത്? ഇന്ന് നട തുറക്കുന്ന വിദ്യ പറഞ്ഞുകൊണ്ടല്ലേ സൂരജ് വന്നത്. അല്ലാതെ അവനിതൊക്കെ ഓർത്തു വെച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. എന്തായാലും വരാനും തൊഴാനും സാധിച്ചല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണ്. അവരെ രണ്ടുപേരെയും അങ്ങനെ ഒന്നിച്ചൊന്നും കാണാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഫോൺ വിളിയും ഒന്നിച്ച് കാണലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവര് കസിൻസ് അല്ലേ, അതൊക്കെ നല്ല കാര്യമല്ലേ. ഇനിയിപ്പോ സ്വന്തം ബന്ധമൊന്നും അല്ലെങ്കിലും രണ്ടുപേര് അത്രയും സൗഹൃദത്തിലിരിക്കുന്നത് നല്ല കാര്യമല്ലേ, ശരിയല്ലേ? അതെ, സൗഹൃദം നല്ലത് തന്നെയാ. ആ, തന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ IT കമ്പനിയുടെ ബിൽഡിങ്ങിനുള്ള കൊട്ടേഷൻ അയച്ചു കേട്ടോ. അതൊരു ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് മാറുമെന്ന് തോന്നുന്നു. ഒരുപാട് കമ്പനികൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഭിയും കോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഏറ്റവും റേറ്റ് കുറച്ച് കോട്ട് ചെയ്തവർക്കായിരിക്കും പ്രൊജക്റ്റ് കിട്ടുക അല്ലേ? ഏയ്, നല്ല കമ്പനികളൊന്നും അങ്ങനെ ചെയ്യില്ല. റേറ്റ് അവർ നോക്കും. എന്നാലും പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന കമ്പനിയുടെ ഹിസ്റ്ററിയും കഴിഞ്ഞ കാലത്തെ പെർഫോമൻസും എല്ലാം വിലയിരുത്തിയിട്ടേ അവരൊരു തീരുമാനത്തിലെത്തൂ. നമ്മളെക്കുറിച്ച് അവർക്കറിയാം. ഞാൻ എങ്ങനെയാണ് വർക്ക് ഏറ്റെടുത്ത് ചെയ്തിരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ കോർട്ടിലാണ് ബോള്. അവർ ഗോൾ അടിക്കട്ടെ, നമുക്ക് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കാം. എന്താടോ കാര്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്ന? ആ IT കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തില്ലേ? ആ, അതിനെന്തു പറ്റി? നമ്മളത് റേറ്റ് തീരെ കുറച്ചാണ് കോട്ട് ചെയ്തത്. അതെന്താടോ അങ്ങനെ ചെയ്ത്? ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. ആ എടോ, അവർക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവില്ലേ? അവരുടെ കമ്പനിക്ക് വേണ്ട ക്വാളിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോ റേറ്റ് കുറച്ച് കൊടുത്താല് അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഒന്നാമതേ ഞാൻ നല്ല ടെൻഷനില്ല. അതിന്റെ കൂടി ഇനി നിങ്ങൾ കൂടി വട്ടാക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ല ബി, നല്ല കമ്പനികള് റേറ്റ് ഒരു പ്രശ്നമാക്കില്ല. അവർക്ക് ക്വാളിറ്റിയാ മുഖ്യം. അത് മാത്രമല്ല പ്രശ്നം, ആദർശിന്റെ ഫ്രണ്ടാണ് IT കമ്പനിയുടെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദർശിന് തന്നെ കൊട്ടേഷൻ കിട്ടാനാണ് സാധ്യത. ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, ആവശ്യമില്ലാത്ത മത്സരമൊന്നും വേണ്ട, അത് ശരിയാവില്ലെന്ന്. ഇപ്പൊ ആദർശിന് എന്നെ കൊട്ടേഷൻ കിട്ടുന്ന കണ്ടോ? വെറുതെ നമ്മൾ എന്റെ പുറകെ നടന്ന് നാണം കെട്ടത് എന്നെ മിച്ചം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് കിട്ടിയേ പറ്റൂ. അതിനിപ്പോ എന്ത് ചെയ്യാനാ? അതെനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കൊട്ടേഷൻ ആദർശിന് കിട്ടിയാ മീരയുടെ മുന്നിൽ ഞാൻ വീണ്ടും ചെറുതായി പോവും. എടോ, താൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ തീരുമാനം എടുക്കേണ്ടത് കമ്പനിയാ. അതെന്തായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.
ആദർശനായിരിക്കും ഈ പ്രോജക്റ്റ് കിട്ടുന്നെന്ന രീതിയിൽ മെന്റലി പ്രിപ്പയർ ആയിരിക്കുക. അപ്പൊ അങ്ങനെ സംഭവിച്ചാലും അതിന്റെ സങ്കടം അങ്ങ് കുറഞ്ഞു കിട്ടും. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പാണോ? എടോ, നമ്മൾ എന്ത് ചെയ്യൂടോ? അങ്ങനെ പറഞ്ഞ എത്ര പെട്ടെന്ന് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞത്. ഇതാണ് ഇത്രയും നാളായിട്ടും നിങ്ങൾ എങ്ങും എത്താതെ ഇങ്ങനെ നടക്കുന്നത്. ഒരു ക്രൈസിസ് ഉണ്ടായ അതിന് പരിഹാരം കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അറ്റ്ലീസ്റ്റ് അന്വേഷിക്കാനെങ്കിലും തയ്യാറാവണം. പറ്റില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് എല്ലാ സാധ്യതകളും ഇല്ലാതെയാവും. നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറായ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വഴികൾ തെളിയും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. എങ്കിൽ ഞാൻ നാളെ രാവിലെ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും വഴിയുണ്ടോന്ന് പറയാം. പോരെ? എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനൊരു വിധിയായി പോയല്ലോ. ഞാൻ തന്നെ കണ്ണുപിടിച്ച് എടുത്ത് തലയിൽ വെച്ചതായി പോയി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ചെയ്തെങ്കിലും കളയായിരുന്നു. എടോ, തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാണോ താനിപ്പോ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ പറയുന്നത് മാത്രം ചെയ്യാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരാള്? ശരി, താൻ ഇനി ഒന്നും പറയണ്ട. ഞാനായിട്ട് തന്നെ ശ്രമിച്ചോളാം. പോരെ? എന്തെങ്കിലും ചെയ്യ. ഞാൻ എന്റെ വഴിക്ക് നോക്കിക്കോളാം. എന്തായാലും എനിക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയേ പറ്റൂ. മനോജേട്ടാ, ഇതെന്താ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരുന്നതാ. വെറുതെ ഫോണിൽ കുത്തി സമയം കളയാൻ പറ്റിയ പ്രായമാണല്ലോ ഇത്. അങ്ങനെ ഫോണിൽ നോക്കാൻ പ്രത്യേകിച്ച് പ്രായം വല്ലതും ഉണ്ടോടി? മോളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാര്യത്തിൽ ഉത്സാഹം കാണിക്കാതെ മനോജേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ധന്യ, നീ എന്തിനാ ഏത് നേരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മോളോട് ഞാൻ സംസാരിച്ചതല്ലേ? വെറുതെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല മനോജേട്ടാ. ഇനി ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അവള് വെറുതെ കല്യാണം നീട്ടിവെക്കാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ആലോചന മുന്നോട്ട് കൊണ്ടുപോവാം. ശരി, നമുക്ക് ചെയ്യാം. എങ്കിലും ഇപ്പൊ തന്നെ അവരെ വിളിച്ചൊന്ന് സംസാരിക്കേ. അല്ലെങ്കിൽ മനോജേട്ടൻ അവരുടെ സ്ഥലത്തേക്ക് ചെന്ന് ഒന്ന് അന്വേഷിക്കേ. അത് വേണം. പയ്യനെക്കുറിച്ചും അവരുടെ ഫാമിലിയെക്കുറിച്ചും നന്നായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം ഇത് പ്രൊസീഡ് ചെയ്യാൻ. വിവാഹത്തിന് ഞാൻ ധൃതി കൂട്ടുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിൽ വലിയ ടെൻഷനാ. കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സാമ്പത്തിക സ്ഥിതി അറിയാൻ സാധിക്കും. പക്ഷെ കല്യാണം കഴിക്കുന്ന പയ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ ഒരു വഴിയുമില്ല. നമ്മുടെ നന്ദിനി ചേച്ചിയുടെ മോളില്ലേ, അവൾക്ക് പറ്റിയതറിയോ? നമുക്കെന്താ പറ്റിയേ? ഒരുപാട് അന്വേഷിച്ച് ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? ഇപ്പൊ ഡിവോഴ്സായി വീട്ടിൽ നിൽക്കുക. എന്താ? പയ്യനെ കുറിച്ച് ആളെ വെച്ച് വരെ അവരെ അന്വേഷിപ്പിച്ചു. അപ്പോഴെല്ലാം നാട്ടിൽ നിന്നും വളരെ നല്ല അഭിപ്രായം കിട്ടിയത്. അധിക സംസാരമൊന്നുമില്ല, ഒരു ദുശീലവും ഇല്ല. ഏക്കർ കണക്കിന് തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഏലവും ഒക്കെ ഉണ്ട്. പിന്നെ കടകൾ റെന്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോണ്ട. അതൊക്കെ നല്ല കാര്യമല്ലേ? അതെ, പക്ഷേ പയ്യനെ കുറച്ച് മെന്റലായിരുന്നു. രാത്രിയായ വല്ലാത്ത പേടി വരും. വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല, ഉപദ്രവം ഇല്ല. പക്ഷേ മുറിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഉറങ്ങാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിന്ന് നോക്കിയിട്ട് ജീവിതം കൈവിട്ട് പോകുന്നു മനസ്സിലാക്കിയപ്പോ അവള് തിരികെ വീട്ടിലേക്ക് പോന്നു. എന്തൊരു കഷ്ടമാണിത്. അപ്പൊ അക്കാര്യം മറച്ചു വെച്ചാണോ പയ്യന്റെ വീട്ടുകാർ വിവാഹം നടത്തിയേ? അതെ, അവരോട് ആരൊക്കെ പറഞ്ഞു കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളൂന്നു. അങ്ങനെ വിചാരിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാവൂ? ആളുകൾ എന്താ ഇത്ര മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന? എല്ലാവർക്കും അവരവരുടെ കാര്യമല്ലേ വലുത്. അവരവരുടെ മകനെ പറ്റിയല്ലേ ചിന്തിക്കൂ. ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും പേടിയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് അന്വേഷിച്ച് പയ്യനുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ വേണം വിവാഹം നടത്താനെന്ന്. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് കുറച്ചുനാള് എന്തെങ്കിലും പറഞ്ഞ് വിവാഹത്തിനൊരു ഗ്യാപ്പ് എടുക്കണം. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സമയം കിട്ടും. എന്നാലും ഒരു പരിധി കൂടുതലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് ശരിയാണ്. ബാക്കി നമ്മൾ റിസ്ക് എടുത്തല്ലേ പറ്റൂ. അതെ, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും.
എല്ലാം തികഞ്ഞ ആരുമില്ലല്ലോ. നമ്മളെ മോളെ വിഷമിപ്പിക്കാതെ സ്നേഹത്തോടെ നോക്കണം. അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവണം, അത്രയൊക്കെ വേണ്ടു. പിന്നെ വീട്ടുകാരെ കൊണ്ട് മോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ നീ എന്തിനാ തന്നെ ആദർശിനേക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരുടെ ബന്ധം മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ?